നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് ഒരു അന്ത്യം കുറിക്കുക അല്ലെങ്കിൽ ഒരു താൽക്കാലിക വിരാമം വരിക, ഇത് വലിയൊരു ആവശ്യം തന്നെയാണ്. വെടിനിർത്തൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ വെടിനിർത്തൽ ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നും യുദ്ധത്തിന് ഒരു താൽക്കാലിക അയവ് വരുമെന്നും മാത്രമല്ല ബന്ദികൾ പുറത്തേക്ക് വരിക, അത്തരത്തിൽ ഇരു കൂട്ടരുടെയും ചില ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്നും അമേരിക്കയെ പോലെ തന്നെ പല രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വെടിനിർത്തൽ ചർച്ച ഏതുവരെയായി, ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നത് അടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വൈറ്റ് ഹൗസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്, ഗാസയിൽ വെടിനിർത്തൽ വരുന്നതോടെ ലബനാൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്നും കെയ്റോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട് എന്നുമാണ്. അമേരിക്കൻ സന്ദർശനത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാകുകയാണ്. അതിനിടയിൽ അദ്ദേഹം ചില നീക്കങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. തെക്കൻ ഗാസയിൽ അദ്ദേഹം എത്തി. സൈനികരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് തെക്കൻ ഗാസയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനം. ഇത് മൂന്നാം തവണയാണ്, അതായത് യുദ്ധം തുടങ്ങിയതിനു ശേഷം മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ അദ്ദേഹം ഗാസയിലെത്തുന്നത്. തുടക്കം മുതൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഹമാസിന്റെ ഉന്മൂലന നാശം, അതിൽ കൂടുതൽ ഒന്നും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിന് കാരണമാകില്ല എന്നാണ് അദ്ദേഹം തുടക്കം മുതൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ മന്ത്രി ഇതാമർ ബെൻ ഗവീർ മസ്ജിദുൽ അക്സയിൽ കടന്നു കയറി. ഹമാസിനെയും മറ്റും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തത് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഉടമ്പടികളില്ലാതെ ബന്ദികളുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് താൻ മസ്ജിദുൽ അക്സയിൽ എത്തിയതെന്നും മന്ത്രി പ്രതികരിച്ചു. ബെൻ ഗവീറിന്റെ നടപടിക്കെതിരെ പാലസ്തീൻ സമൂഹം വലിയ രീതിയിൽ പ്രതിഷേധവും എതിർപ്പുമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയം ഇസ്രായേൽ പാർലമെന്റ് തള്ളി. 9-നെതിരെ 68 വോട്ടുകൾക്കാണ് ഇസ്രായേൽ പാർലമെന്റായ കെനസെറ്റ് പ്രമേയം തള്ളിയത്. ഇസ്രായേൽ രാഷ്ട്രത്തിനും പൗരന്മാർക്കും അപകടമാണ് ഫലസ്തീൻ രാഷ്ട്രമെന്ന് പ്രമേയത്തിലൂടെ വ്യക്തമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്ത കൂടി നോക്കാം. ലെബനൻ പ്രദേശത്തിനുള്ളിൽ ഡ്രോൺ ആക്രമണത്തിൽ മുതിർന്ന ഇസ്ലാമിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതായി സൂചന. നാവികസേനയുടെ തലവൻ അനസ് മുറാദിനെ IDF-ഉം ഷിൻ ബെറ്റും കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു തീവ്രവാദിയെ വധിച്ചതായി IDF അവകാശപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഈജിപ്ത്, ഖത്തർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ രൂപപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും അതിനിടെ ചില ഉടമ്പടി വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് മൊസാദ് മേധാവി രംഗത്ത് വന്നിട്ടുണ്ട്. ആയുധധാരികളായ ആരെയും വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കരുതെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യത്തിൽ ധാരണയിലെത്താൻ ഏറെ സമയമെടുക്കുമെന്ന് മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ക്യാബിനറ്റ് മന്ത്രിമാരോട് പറഞ്ഞു. ഈജിപ്തിനും ഗാസയ്ക്കുമിടയിൽ ഫിലാദൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന നിർണായക ബഫർ സോണിന്റെ നിയന്ത്രണം IDF നിലനിർത്തണമെന്ന് നെതന്യാഹു നിർബന്ധിക്കുന്നുണ്ട്. ആ നിർദ്ദേശം അംഗീകരിക്കുന്നതിൽ ഹമാസ് ആദ്യം വിസമ്മതിച്ചിരുന്നു. ഏതെങ്കിലും ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കണമെന്നും ഫിലാഡൽഫി ഇടനാഴി ഉൾപ്പെടെ ഗാസ മുനമ്പിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നും വാശി പിടിച്ചിട്ടുണ്ട്. പിന്നീട് ആവശ്യം ഉപേക്ഷിക്കുകയും കരാറിൽ പറഞ്ഞിരിക്കുന്ന പ്രക്രിയ അംഗീകരിക്കുകയും ചെയ്തു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.